പ്രജിതേ, യുദ്ധങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ യുദ്ധ സമാന സാഹചര്യങ്ങളുടെ കാലം. അപ്പോൾ നമ്മൾ അപ്പോഴാണ് ഓരോ രാജ്യത്തിന്റെയും ഈ നമ്മളിപ്പോൾ ഒരു ടീമിന്റെ കായിക ബലം എന്നൊക്കെ പറയുന്ന പോലെ ആയുധ ബലമൊക്കെ നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആയുധ ബലം ഉണ്ട് എന്നുള്ളത്, മറ്റ് എത്രത്തോളം ആയുധ ബലം ഉണ്ടെന്നുള്ളത് മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ റഷ്യക്ക് ഏതോ ഒരു കയ്യിൽ ഏതോ ഒരു ഏറ്റവും നല്ലൊരു ആയുധം, ഒരു അമിട്ട് ആയുധമുണ്ടെന്ന് പറയുന്ന ഒരു വർത്തമാനം കേൾക്കുന്നു. അത് നാടൻ ഭാഷയിലാണ് ഞാൻ അമിട്ടെന്ന്. അതെ, റഷ്യയുടെ കയ്യിൽ ഒന്നല്ല ഒന്നിലധികം അമിട്ടുകളുണ്ട് എന്ന് പറയേണ്ടി വരും. ചേട്ടൻ പറഞ്ഞ ഭാഷയെ തിരിച്ചു നാടൻ ഭാഷയാണ്. അതെ, അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ റഷ്യയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അതെ, പക്ഷെ എന്ത് ചെയ്യാനാണ്, വീണ്ടും വീണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നു, അതെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ഇതൊക്കെ ചർച്ചാ വിഷയമായത് സത്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ വിഷയം വന്നപ്പോഴാണ്. ഓപ്പറേഷൻ സിന്ദൂർ വന്നതോട് കൂടിയാണ്. അതുവരെ നേരത്തെ ഉണ്ടായിരുന്നത് ഇസ്രായേലും ഹമാസ്, ഹൂതികൾ, അങ്ങനെ ഹിസ്ബുള്ള, അവരുമായിട്ടുള്ള അടി. പിന്നീട് ഇപ്പുറത്ത് വരുമ്പോൾ യുക്രൈനും റഷ്യയും തമ്മിലുള്ള അടി, അതൊക്കെ നടക്കുന്നു. പക്ഷെ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, കാലാകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ. രണ്ടും തമ്മിൽ ഏതാണ്ട് 1 വർഷത്തിലധികമായിട്ടുള്ള സൈനിക നടപടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് മറ്റിടത്ത് പൊട്ടും ഇവിടെ പൊട്ടും എന്നൊക്കെ പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവുന്നത്. മറ്റത് എന്ത് പറഞ്ഞാലും ഇന്ത്യ ഇങ്ങനെ റാൻ എന്ന് പറഞ്ഞ് ക്ഷമയോടെ നിൽക്കുന്നതായിരുന്നു. പക്ഷെ ഇത് ക്ഷമ നശിച്ചതോടുകൂടി ഇന്ത്യ പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടത്തുകയാണ്. ആ നടത്തിയതോടുകൂടിയാണ് ഇന്ത്യയുടെ കയ്യിൽ ഇത്രത്തോളം വെപ്പൺസ് ഉണ്ട്, അതെല്ലാം കരുത്തുറ്റവയാണ് എന്നൊക്കെ അറിയുന്നത്. അപ്പോഴാണ് ലോകരാജ്യങ്ങൾ ആകമാനം തങ്ങളുടെയൊക്കെ കയ്യിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ആരും ഞങ്ങളെ മുട്ടാൻ വരണ്ട, ഞങ്ങൾക്ക് ഇതൊക്കെ പ്രയോഗിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ധാരണകളും വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ വരാൻ തുടങ്ങിയത്. അതിൽ കുറച്ച് പിന്നോക്കം പോയത് സത്യത്തിൽ ചൈനയാണ്. കാരണം ചൈന കൊടുത്ത ആയുധങ്ങൾ വെച്ചിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമിച്ചത്. ആ ആക്രമണം നടത്തിയ എല്ലാം ഷൂ ആയി പോയി. അതുകൊണ്ട് ചൈനക്ക് മാത്രം അതിൽ തലയെടുപ്പോടെ പറയാനായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് അർത്ഥം. അപ്പൊ റഷ്യയുടെ ഒറഷ്നിക് കൊണ്ട് മറ്റൊരു മിസൈൽ പറഞ്ഞു, സാത്താൻ എന്ന് പറയുന്ന ഒരു മിസൈലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അണുവായുധം വരെയുള്ള രാജ്യമാണ് റഷ്യ. അപ്പോൾ അണുവായുധത്തെക്കാൾ വലിയ കാര്യങ്ങൾ, ബോംബുകളൊക്കെ, ആറ്റം ബോംബിനേക്കാളും വലിയത് ഹൈഡ്രജൻ ബോംബാണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് വരുമ്പോഴാണ് അറിയുന്നത് ഇതിലും പൊട്ടിച്ചതിൽ വെച്ചിട്ട്, അതായത് ഒരിക്കലെങ്കിലും അത് ഉപയോഗിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മാരകമായത് എന്ന് പറയുന്ന രീതിയിൽ ഒരു കാര്യം കൂടി ഈ റഷ്യ എടുത്തു വെച്ചിട്ടുണ്ട്. റഷ്യ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആവശ്യം വരുമ്പോൾ ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്നത് പോലെ പൊട്ടിക്കുമെന്ന് പറയാനായിട്ട്. അപ്പോൾ അത്തരത്തിലൊരു ബോംബാണ്. ആ ബോംബിന്റെ പേര് സർ ബോംബ എന്നാണ് പറയാ. TSAR എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ. ചിലപ്പോൾ അങ്ങോട്ട് ഓരോരുത്തരുടെ പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിരിക്കാം. എന്തായാലും TSAR എന്നാണ് അത് പറയാ, സർ ബോംബ എന്ന് പറയുന്നു. അപ്പോൾ ആ ബോംബ് ആണ് ഏറ്റവും വലിയത്, ഏറ്റവും പൊട്ടിച്ചതിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ബോംബാണ് അത്ര. അപ്പോൾ അതാണ് ഇപ്പോൾ റഷ്യ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ യുക്രൈൻ്റെ കാര്യമാണ്. ഇത് ഓരോ റിപ്പോർട്ട് വരുമ്പോഴും യുക്രൈനിൽ സെലൻസ്കിയുടെ നെഞ്ച് കിടന്ന് പടപട ഇടിക്കുന്നുണ്ടാവും. കാര്യം നാറ്റോ രാജ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പൊട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, എല്ലാം തീർന്നില്ലേ. അത്തരത്തിലുള്ള ഒരു ഭയം ഈ പറയുന്നത് പോലെ യുക്രൈൻ ഉണ്ടാവാം. 1961 സോവിയറ്റ് യൂണിയൻ സൃഷ്ടിച്ച ഈ സർ ബോംബ് എന്ന് പറയുന്നത് ഇതുവരെ പൊട്ടിച്ചതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആണവായുധമായിട്ടാണ് ഇതുവരെയും അത് തുടർന്നിട്ടുണ്ട്. അതിന് വല്ലതും മറ്റൊന്നും വന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഏകദേശം ഒരു 50 മെഗാടൺ TNT സ്ഫോടന ശേഷിയുള്ള ഈ ബോംബ് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിനേക്കാൾ 3000 മടങ്ങ് ശക്തമാണ്. ഹിരോഷിമയിൽ വർഷിച്ചതിനേക്കാൾ 3000 മടങ്ങ് ശക്തമാണ് എന്നർത്ഥം. അപ്പോൾ അതൊരു
നമുക്കൊന്ന് തുലനം ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതെ, അത്രത്തോളമുണ്ട്. 100 മെഗാടൺ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ബോംബെയിൽ വിനാശകരമായ ആണവ വീഴ്ചയുടെ സാധ്യത പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടി വൈദ്യുതി പകുതിയായി വിച്ഛേദിക്കുക വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കുറവുണ്ടായിരുന്നിട്ട് പോലും സ്ഫോടനത്തിന്റെ ഫലമായിട്ട് 8 കിലോമീറ്റർ വീതിയുള്ള ഒരു അഗ്നിഗോളവും 60 കിലോമീറ്ററിലധികം ഉയരത്തിലെത്തിയ ഒരു കൂൺ മേഘവും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത്രയേറെ ഭീതിതമായ വിനാശകാരിയായിട്ടുള്ള ഒരു ബോംബാണ് ഈ പറയുന്ന സർ ബോംബ്. അത് പൊട്ടിയ മൊത്തത്തിൽ തീർന്നു. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രധാന നഗരത്തിൽ വർഷിച്ചിട്ടുണ്ടെങ്കിൽ 35 കിലോമീറ്റർ ചുറ്റളവിലുള്ളതെല്ലാം തന്നെ നശിച്ചു പോകും. 100 കിലോമീറ്റർ അകലെയുള്ള തേർഡ് ഡിഗ്രി പൊള്ളലേറ്റ് വീഴാനും ഈ സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ജനാലകൾ വരെ തകർക്കാനും കഴിയും. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ തകർന്നടിയും. നമ്മളിങ്ങനെ അരിച്ചരിച്ചു അക്കമിട്ട് പറഞ്ഞാലും ഇതിന്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് അത്രയും കിലോമീറ്ററും കുലുങ്ങിത്തീരും. ആ കുലുക്കത്തിൽ നിന്ന് പിന്നീട് ഉയർത്തെണീക്കാനായിട്ട് കാലങ്ങൾ വേണ്ടി വരും. അതിന് ആരെങ്കിലുമൊക്കെ അവശേഷിക്കുമോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. അപ്പോൾ ഒറഷ്നിക്കുണ്ട്, സാത്താനുണ്ട്, ഇപ്പോൾ സെർബോംബുണ്ട്, അണുവായുധമുണ്ട്, ഇതെല്ലാം റഷ്യയുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ റഷ്യയെ കൂടി എന്താ പറയാ കണക്കാക്കാനായിട്ട്. അപ്പോൾ അതെ, ഇതൊക്കെയുള്ള റഷ്യയുടെ പക്കലേക്കാണ് യുക്രൈൻ ഈ ഒരു 117 ഡ്രോൺ കൊണ്ടൊരു ആക്രമണം നടത്തിയത്. സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്ത് കണ്ടുകൊണ്ട് ചെയ്തു എന്നുള്ളത്. ഈ രോമത്തേലേക്കുമോ എന്നുള്ളത് അറിയില്ല. നമുക്ക് വേണമെങ്കിൽ അവർക്ക് പറയാം, നമ്മൾ ആ ഒരു രാജ്യത്തിനെയും മാറ്റി പറയുന്നതല്ല. പക്ഷെ അവരുടെ ഒരു ശക്തി, ഇപ്പൊ നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം റഷ്യയെ ആക്രമിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. ആ ആശങ്ക നിലനിൽക്കുമ്പോൾ പോലും യുക്രൈൻ ആണല്ലോ ഇത് ചെയ്തത്. അപ്പൊ യുക്രൈന്റെ ഭാവി എന്താവുമെന്ന് ഇതിൽ ഏതെങ്കിലും ഒന്ന് വിന്യസിച്ചാ പോരെ? ഇതിൽ ഏതെങ്കിലും ഒന്ന് വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുണ്ടോ? ആ രാജ്യം തന്നെ ഇല്ല, ആകെ ഒരു ചെറുതാണ്. അതിന്റെ ഭൂരിഭാഗം പ്രദേശവും ഇപ്പോഴും റഷ്യയുടെ കയ്യിലാണ്, യുക്രൈന്റെ. ആ യുക്രൈനാണ് ഇവിടെ നിന്ന് ഈ മാതിരി കുരുത്തക്കേട്, നമ്മൾ പറയില്ല കൊച്ചുകുട്ടികൾ കുരുത്തക്കേട് കാണിക്കുന്നു എന്ന് പറയുന്ന പോലെ കുരുത്തക്കേട് കാണിക്കുന്നത്. ഒരു കാര്യത്തിന് നമ്മളെ പിരിമുറുക്കി വിട്ടാലും നമ്മളൊരു രണ്ടാമതൊന്ന് ആലോചിക്കണം. ചില കാര്യങ്ങൾ ഒരു 10 വട്ടമെങ്കിലും ആലോചിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഈ ബോംബുകൾ ആ സമയത്താണ് ഈ ഡ്രോണ് വിട്ടിട്ട് അവരുടെ കുറച്ച് സൈനിക, അതായത് യുദ്ധവിമാനങ്ങളും ഒക്കെ ഇല്ലാതെ ആക്കി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വസിക്കാം. ഞാൻ പുറകെ പോയി അവന്റെ പുറകിൽ ഒരു തല്ല് കൊടുത്തിട്ടുണ്ട് എന്ന് ആശ്വസിക്കാം എന്നുള്ളത് പോലെ അല്ലാതെ സത്യത്തിൽ എന്തെങ്കിലും റഷ്യക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. അവർക്ക് മേക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവരുടെ രാജ്യത്ത് ഈ ഒരു അത്രയുള്ളൂ എന്നുള്ളതാണ്. അവർക്കത് മേക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിനേക്കാൾ വലിയ അതെ, അവരടിച്ചുകൊണ്ടിരിക്കണ, അവർക്ക് സാമ്പത്തികമായി ചില അസ്ഥിരതകൾ വന്നിട്ടുണ്ട്. അതെ, ആ അസ്ഥിരതയുണ്ട്. അതവിടെ നിൽക്കെ തന്നെ അവർക്ക് ഇപ്പോഴും പ്രയോഗിക്കാനും ഉക്രൈനെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ നിരപ്പാക്കാനുമുള്ള കാര്യങ്ങളൊക്കെ കഴിയും. പക്ഷെ ഇവരോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് അവർക്കതിൽ എന്തെങ്കിലും ഒരു കണ്ണുണ്ടെങ്കിൽ ആ കണ്ണ് നടപ്പാകണമെങ്കിൽ ആ പ്രദേശം കൃത്യമായി ക്ലീൻ ആയി കിട്ടണ്ടേ? അതുകൊണ്ടുകൂടി ആയിരിക്കാമല്ലോ ഇത്രയും നാളുകളെടുത്ത് ഇങ്ങനെ സൈനിക നടപടി നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. സെലൻസ്കി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും പുടിൻ പറയുന്നു നടക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതെ, ഇനി അത് പിടിച്ചടക്കുകയായിരിക്കാം ഒരുപക്ഷെ പുടിന്റെ ലക്ഷ്യം. അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവരുടെ കയ്യിലുണ്ട്.